ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറ്റിയ പല സാമ്പത്തിക അബദ്ധങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സിന് ശേഷമാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്കത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്ലാനിങ് ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് പല സാമ്പത്തിക അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും നമുക്ക് നമ്മുടെ കുറച്ചുകൂടെ സാമ്പത്തികമായി നല്ലൊരു ലെവലിലേക്ക് പോകാനും ഒക്കെ പറ്റുമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. സോ ടുഡേ ഐ എം ഷെയറിങ് 10 മണി റൂൾസ്. ഇന്ത്യൻ മെൻസ് അറിഞ്ഞിരിക്കേണ്ടത് ബിഫോർ 40 ഇയേഴ്സിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട 10 മണി റൂൾസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ റൂൾ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെൻഡ് ലെസ് ദാൻ യു ഏൺ എന്നുള്ളതാണ്. അതായത് പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് വരുമാനത്തെക്കാട്ടിലും കുറച്ച് മാത്രം സ്പെൻഡ് ചെയ്യുക, ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ള റൂളാണ്. പക്ഷേ ഒരു 90% ആൾക്കാരും ഇതിനകത്ത് ഫെയിലാകുകയാണ് അല്ലെങ്കിൽ തോറ്റു പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു 20,000 രൂപ ശമ്പളമുള്ള ഒരാൾ 24,000 രൂപ മാസം ചിലവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, ഫുൾ ബഡ്ജറ്റിംഗ് താളം തെറ്റും, ഫിനാൻഷ്യലി താളം തെറ്റും. അതായത് കടത്തിലേക്ക് പോവുകയാണ് ആൾ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇതിനെ ട്രാക്ക് ചെയ്യുക. അതാണ് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞപ്പോൾ എഴുതി വെക്കുക, എഴുതി വെച്ച് അതിനെ ട്രാക്ക് ചെയ്യുക. ബഡ്ജറ്റിംഗ് എന്ന് പറയും, ബഡ്ജറ്റിംഗ് ചെയ്യുക. അപ്പോൾ 20,000 രൂപയുള്ള ആൾ 20,000-ത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ മാസത്തെ ചിലവുകൾ മുഴുവനും ഇൻവെസ്റ്റിംഗ്, സേവിങ് ഉൾപ്പെടെ എല്ലാം അതിനുള്ളിൽ നിർത്തണം. ഇല്ലെങ്കിൽ മുഴുവൻ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തകിടം പറഞ്ഞു പോകും. റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് സേവ് ഫസ്റ്റ് സ്പെൻഡ് ലേറ്റർ എന്നുള്ളതാണ്. അതായത് ശമ്പളം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ സേവ് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി, സേവിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രം ചിലവാക്കുക എന്നുള്ളതാണ്. മുൻപുള്ള എല്ലാ വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. മിനിമം ഒരു 20% എങ്കിലും നമ്മുടെ കിട്ടുന്ന സാലറിയുടെ സേവ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് ബോണസ് കിട്ടിയാലും നിങ്ങൾക്ക് ഇൻക്രിമെന്റ് കിട്ടിയാലും ഒക്കെ ഇത് ഈ റൂള് ബാധകമാണ്. നമുക്ക് ഒരു എമൗണ്ട് പെട്ടെന്ന് കിട്ടുകയാണ്, ബോണസൊക്കെ നമുക്ക് ഫെസ്റ്റിവൽ ബോണസ് ഒക്കെ കിട്ടുമല്ലോ. ഫെസ്റ്റിവൽ ബോണസ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ കിട്ടുന്ന അത്രയും തുക എക്സ്ട്രാ കിട്ടിയതാണല്ലോ എന്ന് പറഞ്ഞ് മുഴുവൻ അങ്ങ് ചിലവഴിക്കും. ഇല്ല, അതിൻ്റെ ഒരു ഭാഗം നീക്കി വെച്ചിട്ട് ബാക്കി മാത്രമേ നിങ്ങൾ ചിലവഴിക്കുക. റൂൾ നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ആൻ എമർജൻസി ഫണ്ട് എന്നുള്ളതാണ്. മസ്റ്റായിട്ട് വേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത്. എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എപ്പം വേണമെങ്കിലും താളം തെട്ടാം എന്നുള്ളൊരു അവസ്ഥയിലാണ്. 3 to 6 മന്ത്സിൻ്റെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ്, നമുക്ക് ഒരു മാസം എത്ര രൂപ നമുക്ക് ചിലവിന് ആവശ്യമായി വരുന്നു എന്നുള്ളത് കണക്കാക്കിയിട്ട് അത് ഇൻറ്റു 3 അല്ലെങ്കിൽ 6, അതായത് 3 മന്ത്സിൻ്റെ അല്ലെങ്കിൽ 6 മന്ത്സിൻ്റെ ഒരു ബാക്കപ്പ് എമർജൻസി ഫണ്ട് നമ്മുടെ ഉണ്ടായിരിക്കണം. നമുക്ക് ജോലി പോയാൽ, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ലോക്ക്ഡൗൺ പോലെ, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യപരമായ എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ ഒന്ന് ട്രീറ്റ്മെന്റിന് വേണ്ടി പോയി, അപ്പോൾ ആ മാസം നമുക്ക് ശമ്പളം കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ അങ്ങനെ സംഭവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ബാക്കപ്പായിട്ട് ഒരു 3 അല്ലെങ്കിൽ ഒരു 6 മന്ത്സിൻ്റെ ഒരു എമർജൻസി ഫണ്ട് നമ്മളൊരു വേറൊരു അക്കൗണ്ടിൽ മാറ്റിയിടുകയാണെങ്കിൽ നമുക്ക് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വളരെ ഒരു സമാധാനമാണ്. നമുക്ക് ബാക്കപ്പ് അത്ര എമൗണ്ട് ഇരിക്കുകയാണ്, നമുക്ക് വലിയ ടെൻഷൻ, പിന്നെ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റൂൾ നമ്പർ 4, ഇൻവെസ്റ്റ്മെന്റ് ഈസ് നോട്ട് ഓപ്ഷണൽ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു പിന്നെ ചെയ്യാം അല്ലെങ്കിൽ ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. അത് മസ്റ്റായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക്, നമ്മുടെ സുരക്ഷയ്ക്ക്, നമ്മുടെ ഫാമിലിയുടെ, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ഫ്യൂച്ചർ നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പം ചിലപ്പം FD മാത്രമാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. FD എന്ന് പറയുന്നത് സേഫാണ്, പക്ഷേ സ്ലോ ആയിട്ടുള്ള ഗ്രോത്ത് ഒക്കെ വളരെ സ്ലോ ആണ്. അപ്പം നമ്മുടെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മണി നമുക്ക് വളർന്നുകൊണ്ടിരിക്കണം. കാരണം ഇത് ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ വിലക്കയറ്റം, ഇൻഫർമേഷൻ കാരണം നമ്മുടെ വാല്യൂ, നമ്മൾ ഉണ്ടാക്കുന്ന എമൗണ്ടിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പം നമ്മുടെ മണി നല്ലപോലെ വളരുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള വേറൊരു കാര്യം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ സേവ് ചെയ്ത് വെക്കുന്ന മണി വളരണം. അതിനുവേണ്ടി നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാകാം, ഷെയർ മേടിച്ചിട്ടാവാം, മ്യൂച്വൽ ഫണ്ടിലാവാം, അല്ലെങ്കിൽ നല്ല ഹൈ ഗ്രോത്ത് ഇൻകം കിട്ടുന്ന മറ്റുള്ള മേഖലകൾ നിക്ഷേപിച്ച്, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ തന്നെ ETF ബോണ്ട് ഇതൊക്കെ മേടിച്ച് വെക്കുക. അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്, സെൻസെക്സിൻ്റെ ഒക്കെ, സെൻസെക്സ് 500 ഒക്കെ ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രോത്ത് കിട്ടുന്ന 12%, 50% ഒക്കെ 18% ഒക്കെ കിട്ടുന്ന ഇൻകം റിട്ടേൺ ഇയർലി കിട്ടുന്ന പലതരം ഷെയറുകളും ബോണ്ടുകളും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ ഉണ്ട്. അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. റൂൾ നമ്പർ 5 എന്ന് പറയുന്നത് അവോയ്ഡ് ബാഡ് ലോൺ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ലോൺ കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
വേണ്ടാത്ത ആവശ്യമില്ലാത്ത ലോണുകൾ എടുക്കാതിരിക്കുക എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പം ബാഡ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ലക്ഷറിക്ക് വേണ്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയൊരു ആഡംബര വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ള കാർ എടുക്കാൻ വേണ്ടി, വലിയ കൂടിയ കാർ എടുക്കാൻ വേണ്ടിയിട്ട്, ബൈക്കിന് വേണ്ടിയിട്ടുള്ള ലോണുകൾ, മൊബൈൽ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട്, ഐഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി ലോൺ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബാഡ് ലോണാണ്. ബട്ട് യാതൊരു ആ പൈസ, ആ ലോൺ എടുത്തേച്ച് നമ്മുടെ ജീവിതത്തിൽ വളർച്ചയൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു ആഡംബരം കാണിക്കാം എന്നുള്ളതല്ല. സോ അങ്ങനത്തെ ബാഡ് ലോണുകളൊക്കെ മാറ്റുക, നല്ല ലോണുകൾ മാത്രം എടുക്കുക. അതായത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട്, നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മണിയെ വളർത്തുവാൻ വേണ്ടിയിട്ട് പറ്റുന്ന ലോണാണെങ്കിൽ അത് നമുക്കെടുക്കാം. അപ്പം അല്ലാതുള്ള ലോണുകളൊക്കെ എല്ലാം ബാഡ് ലോണാണ്. അത് നമുക്കൊരു ഭാരമാണ്. അത് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ അസറ്റിനെ, നമ്മളുണ്ടാക്കുന്ന ആ ഒരു മണീനെ അവർ ആ ലോൺ കൊണ്ടുപോകും. മനസ്സിലായി? അപ്പോൾ അത്തരത്തിലുള്ള ലോണുകളൊന്നും എടുത്ത് തലയിൽ വെച്ച് കുഴിയിൽ വീഴാതിരിക്കുക. ഇത്തരം ലോണൊക്കെ തല എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടാലും പറ്റത്തില്ല. നമ്മൾ ഏൺ ചെയ്യുന്ന നമ്മുടെ സാലറിയുടെ ഒരു 3/4 ഭാഗവും ഇത്തരത്തിലുള്ള ലോണുകൾ കൊണ്ടുപോകും. വലിയ ഹൗസിംഗ് ലോണൊക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ട്. വലിയ എമൗണ്ടാണ്. ഒരു 20-25 വർഷത്തേക്ക് പിന്നെ ഈ ലോൺ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. അടച്ചാലും തീരത്തില്ല. അങ്ങനത്തെ ഉള്ള ഗതികളിലൊക്കെ പെടുന്നവരൊക്കെ ഉണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. റൂൾ നമ്പർ 6, ഇൻക്രീസ് ഇൻകം എവറി ഇയർ. അതായത് നമ്മൾ സാലറി മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുക. നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുക. പുതിയതായിട്ടുള്ള പുതിയ സ്കില്ലുകൾ, കോഡിങ് ആകട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ആകട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും സ്കില്ലുകൾ പുതുതായിട്ട് ആർജിച്ചെടുക്കുക. ഇപ്പോൾ സാലറി തന്നെയാണെങ്കിൽ തന്നെ അതിൽ നമ്മൾ ഇൻക്രിമെന്റ് മേടിക്കാൻ നോക്കുക, സാലറി കൂട്ടിയെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പലപ്പോഴും ഇങ്ങനത്തെ ഈ സ്കിൽസ് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സാലറി ആണെങ്കിൽ പോലും നമ്മൾ കൂട്ടിക്കിട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം സാലറി അല്ലെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുക. നിങ്ങളുടെ സ്കില്ല് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. റൂൾ നമ്പർ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് ഇൻഷുറൻസ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻസ് സാധാരണ ഇത് അവോയ്ഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തിനാണ് വെറുതെ പൈസ കളയുന്നത് എന്നൊക്കെ ചിന്തിക്കും. അപ്പം പിന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി ദുഃഖിക്കുന്നത് കുറേ കഴിയുമ്പോൾ. അതായത് ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മസ്റ്റായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴാണ് നമുക്കൊരു അസുഖം ഉണ്ടാകുന്നത്, ഒരു അപകടം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് വെറുതെ അതിനുവേണ്ടി പോകാതെ നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമ്മുടെ ട്രീറ്റ്മെന്റ് കാര്യം, നമ്മുടെ ഫാമിലിയുടെ ട്രീറ്റ്മെന്റ് കാര്യമൊക്കെ പോകും. അപ്പം അതൊരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഇതുപോലെ തന്നെയാണ്. അതിന് ഇൻകം ഉണ്ടാക്കുന്ന ആള്, ഒരു കുടുംബത്തിലെ പ്രധാന ആൾക്ക് ആ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അവിചാരിതമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ തന്നെ അത് ഫാമിലിയെ ഒട്ടും ബാധിക്കത്തില്ല, അവരുടെ ഫിനാൻസിനെ ഒട്ടും ബാധിക്കത്തില്ല. കാരണം ആ ഒരു ഇൻഷുറൻസ് തുക കിട്ടുകയും അവരുടെ ജീവിതം അല്ലെങ്കിൽ ഫാമിലിയുടെ ജീവിതം മുന്നോട്ട് വളരെ സുഖമായിട്ട് തന്നെ പോവുകയും ചെയ്യും. അപ്പം ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. റൂൾ നമ്പർ 8 എന്ന് പറയുന്നത് ഡോണ്ട് കമ്പയർ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പല സെലിബ്രിറ്റികളുടെയും ഒക്കെ ലൈഫൊക്കെ കാണുമ്പോൾ, പല റീലുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനും അത് കോപ്പി ചെയ്യാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കുഴിയിലേക്ക് നിങ്ങളെ കൊണ്ട് ചെന്ന് ചാടിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ വലിയ കാർ മേടിച്ചോ, മറ്റുള്ളവർ വലിയ വീട് മേടിച്ചോ, ഒരു ഫോറിൻ ട്രിപ്പ് പോയോ എന്നൊന്നും ഉള്ളത് നമ്മളിത് അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്ലാൻ ചെയ്യുക, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ഗോളുകൾ സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നതാണ്. അല്ലാതെ വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അപ്പുറത്തെ ഉള്ള ആളെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിലുള്ള 2-3 സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ഫോളോ ചെയ്യാനും അവരെ പോലെ ആകുവാനൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴി ചാടത്തേ ഉള്ളൂ. കാരണം നമുക്ക് എത്ര ഇൻകം വരുന്നു, നമ്മുടെ എബിലിറ്റി എത്രയാണ്, നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമുക്കേ അറിയത്തുള്ളൂ. അവർ വേറൊരു വ്യത്യസ്തമായുള്ള രീതിയിലുള്ളവരായിരിക്കും. അവർക്ക് നമ്മളെക്കാളും കൂടുതൽ ഇൻകം കാണും, നമ്മളെക്കാളും കൂടുതൽ സ്കിൽസ് കാണും, പൊട്ടൻഷ്യൽ കാണും. അപ്പം ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാനോ അവരെ പോലെ ഫോളോ ചെയ്യാനോ അവർ ചെയ്ത പോലെ ചെയ്ത് കാട്ടിക്കൂട്ടാനോ ഒന്നും ശ്രമിക്കരുത്. അത് വലിയൊരു ട്രാപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നതായിരിക്കും. റൂൾ നമ്പർ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഏർലി എന്നുള്ളതാണ്. അതായത് 25ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്നതിനെക്കാട്ടിലും ഇരട്ടിയായിരിക്കും. അതായത് ആ 25ാമത്തെ വയസ്സിൽ അയാൾ 25ാമത്തെ വയസ്സിലേ തുടങ്ങി,
അപ്പോൾ അന്നേരം മുതലുള്ള ഇൻവെസ്റ്റ്മെന്റ് അത് കോമ്പൗണ്ടിങ് ആയി അത് വളർന്ന് ഒരു വലിയ തുകയാവും. പക്ഷേ 35ാമത്തെ വയസ്സിൽ തുടങ്ങുന്ന ഒരാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. കാരണം അയാൾ 35 ലേറ്റ് ആയിട്ടാണ് അയാൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ജോലി കിട്ടുന്ന അന്ന് മുതൽ തന്നെ, ഫസ്റ്റ് സാലറി കിട്ടുന്ന മുതൽ തന്നെ അതിൻ്റെ ഒരു 10 അല്ലെങ്കിൽ 20% ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി മാറ്റി വെച്ചത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പിന്നീട് ഈ 30ലും 40ലും 50ലും ഒക്കെ നിങ്ങൾക്ക് അതൊരു എന്താ പറയുക, ഫിനാൻഷ്യൽ ബാക്കപ്പ് കിട്ടും. നിങ്ങൾക്കൊരു റിലാക്സ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് വളരെ സമാധാനപരമായിരിക്കും. റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് 20 ആയാലും 25 ആയാലും 30 ഒക്കെ ആയാലും ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് മനസ്സിൽ വെച്ച് അതിനനുസൃതമായിട്ട് വേണം നമ്മളിത് വർക്ക് ചെയ്യുവാൻ, ഇൻവെസ്റ്റ് ചെയ്യുവാൻ. നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, നല്ല റിട്ടേൺ കിട്ടുന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. FDയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ അതിനേക്കാട്ടിലും കുറച്ച് FDയിൽ ഇടരുതെന്നല്ല ഞാൻ പറഞ്ഞത്, സേഫായിട്ട് കുറച്ച് എമൗണ്ട് നമ്മൾ FDയിൽ ഇടണം. ബാക്കിയുള്ള തുക എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ച് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അതിനെ ഡൈവേഴ്സിഫൈ ചെയ്ത് വെക്കണം. അത് ശ്രദ്ധിക്കേണ്ട വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ. റൂൾ നമ്പർ 10 എന്ന് പറയുന്നത് ലേൺ മോർ അബൌട്ട് മണി എന്നുള്ളതാണ്. അതായത് പൈസയെ പറ്റി കൂടുതലായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻസ് പക്ഷേ ചെയ്യുന്നൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പൈസയെ പറ്റി പഠിക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള പൈസകളും പോയി എല്ലാം നഷ്ടത്തിലായി കടത്തിലൊക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഈ മണിയെ പറ്റി പഠിക്കാൻ തുടങ്ങുന്നത്. അതൊരു വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പൊട്ടത്തരമാണെന്ന് പറയാം. അപ്പം മണിയെപ്പറ്റി പഠിക്കുക, മണി എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതെങ്ങനെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാം, കൂടുതൽ ഏൺ ചെയ്യാം, കൂടുതൽ റിട്ടേൺ എങ്ങനെ കിട്ടാം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ബുക്കുകൾ വായിക്കുക, വീഡിയോകൾ വായിക്കുക, പറ്റുമെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പം മണിയെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എങ്ങനെ മണി നമ്മുടെ ഗ്രോ ചെയ്യാമെന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സാമ്പത്തിക സുരക്ഷതയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ ഈ 10 കാര്യങ്ങളാണ് 40 വയസ്സാകുന്നതിന് മുമ്പെങ്കിലും നമ്മളിത് അറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പം ഇത് നിങ്ങളുടെ ഒരു 25ലോ 30ലോ ഒക്കെ തന്നെ അറിഞ്ഞ് ഇതിനനുസരിച്ച് പ്രവർത്തിക്കാനും പ്ലാൻ ചെയ്യാനും നിങ്ങൾക്ക് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു അസറ്റ്, നല്ലൊരു ബാങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു മണി, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞിരിക്കും. ഓക്കെ, സോ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.